ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ എന്ന് കൺഫേം ചെയ്ത് തരുമോ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനറിയാം ഇതെൻ്റെ ട്വിൻ ആണെന്ന്, എങ്കിലും ഒന്ന് കൺഫേം ചെയ്ത് തരാമോ എന്ന്. അപ്പോൾ ടാരറ്റ് റീഡിങ്, അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെയും എക്സ്റ്റേണൽ ഫോഴ്സസിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻ ചെയ്യാൻ പറ്റും. അതൊക്കെയും ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിം ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ഇന്നർ വോയിസിനറിയാം, നമ്മളുടെ സോളിനറിയാം അത് നമ്മളുടെ ട്വിൻ ആണോ അല്ലയോ എന്ന്. നിങ്ങൾക്ക് ആ ഒരു ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി അത് കേൾക്കാൻ പാകത്തിന് നിങ്ങളുടെ മൈൻഡിനെ കാമാക്കണം. അത്രമാത്രമാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം എല്ലായ്പ്പോഴും കേൾക്കാറുള്ളത്, ഇത് എൻ്റെ തന്നെ സോളാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് ഇത്ര വേദനിപ്പിക്കുന്നു എന്നതാണ്. വേദന എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് വരുന്നത്? നമ്മളുടെ ഈഗോ മൈൻഡിലൂടെ ആലോചിക്കുമ്പോഴാണ്. നമ്മൾ സോൾ ലെവലിൽ ആലോചിക്കുമ്പോൾ ഒരിക്കലും വേദന വരുന്നില്ല. അപ്പോൾ നമ്മുടെ ട്വിന്നിൻ്റെ ഒരു പാർട്ട് നമ്മുടെ അവേക്കനിങ്ങിൽ എന്താണ്? നമ്മളുടെ ബെസ്റ്റ് വേർഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിറർ സോൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള എക്സാക്റ്റ് ഷാഡോ സൈഡ് അവർക്കറിയാം. അത് അറിഞ്ഞോ അറിയാതെ അവർ ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ആ ട്രിഗർ വരുമ്പോൾ അവർ വേദനിപ്പിക്കുന്നു എന്നുള്ള ഒരു 3D ലെവൽ ഈഗോ മൈൻഡ് സെറ്റോടെ അല്ലാതെ, അതായത് ഒരു സോൾ ലെവലിൽ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഷാഡോ സൈഡ് എവിടെയാണ്, നമ്മൾ എവിടെയാണ് നമ്മളെ ഹീൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് അവേക്കനിങ്ങിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ട്വിൻ ഫ്ലെയിമിൻ്റെ ട്രിഗറിങ് എന്ന് പറയുന്നത്. അത് ഹീലാവും തോറും നമുക്ക് ആ ട്രിഗറിലെ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യും. ആ ഒരു പോയിന്റുകൾ എവിടെയൊക്കെയാണ് നമുക്ക് പെയിൻ വന്നത്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം വരുന്നത്, ഇന്നർ വർക്ക് എത്ര നാൾ ചെയ്യണം എന്നുള്ളതാണ്. ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതിൽ എന്തൊക്കെ ഇന്നർ വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മാറി മാറി വരുന്നത്. കാരണം നമ്മൾ എങ്ങനെ ഹീലാവുന്നോ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഇന്നർ വർക്കിൻ്റെ പാറ്റേൺ മാറും. പക്ഷേ ഇന്നർ വർക്ക് നമ്മൾ ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എല്ലായ്പ്പോഴും, ഞാൻ ഇന്നർ വർക്കിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നോക്കൂ, ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ഇതൊരു സിലബസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തരും സോഷ്യൽ മീഡിയ ത്രൂ, അതായത് വീഡിയോസ് ത്രൂ ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരവരുടെ എക്സ്പീരിയൻസുകളാണ്, ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോസായിട്ടോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നർ വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അതായത് അലോം വിലോം, ഇത് ഒരു 5 മിനിറ്റത്തെ ബ്രീത്തിങ് എക്സസൈസ്, 5 മിനിറ്റത്തെ ഓം ചാൻറ്റിങ്, 7 ചക്ര മെഡിറ്റേഷൻ. ഇത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാവും, നമ്മൾ നോട്ട് തോട്ട് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് മനസ്സിലാകും, എക്സസൈസ് ചെയ്യണമെന്ന് മനസ്സിലാവും, സൂര്യ നമസ്കാരം ചെയ്യണമെന്ന് മനസ്സിലാവും. ഇതല്ലാതെ നമ്മളുടെ കർമ്മയുടെ അനുസരിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഓരോരുത്തരുടെയും കർമ്മ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാർമിക് ക്ലിയറൻസിൻ്റെ മെഡിറ്റേഷൻ ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിൻ്റെ മെഡിറ്റേഷൻ ആണോ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വോയിസ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലാതെ അതാത് സമയമാകുമ്പോൾ നമ്മളുടെ മുമ്പിൽ തന്നെ ആ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെയും പോപ്പപ്പ് ആകും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് എനർജിയിൽ നിൽക്കാതെ നമ്മൾക്ക് അപ്പോൾ തോന്നുന്ന ആ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക്
വഴി ഡിവൈനായിട്ട് തന്നെ കാണിച്ചു തരും. ഇനിയൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ, ഞാൻ പലരും പറയുന്ന ഒരു കാര്യമാണ്, ആൻസിസ്റ്റർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, കർമ്മ ക്ലിയറൻസ് ചെയ്യുന്നുണ്ട്, ഇന്നർ ചൈൽഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വന്നിട്ട് 7 ചക്ര ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. അതിൻ്റെ കാരണവും പറഞ്ഞുതരാം. നമ്മൾ ഒരു അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളുടെ ബോഡിയുടെ എനർജിയും നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ എനർജിയോട് അലൈൻ ആവണം. അപ്പോൾ നമ്മൾ ഏതൊക്കെയോ വീഡിയോകൾ കണ്ടിട്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ എനർജി ഈ ഒരു മെൻ്റൽ എനർജീനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ക്ഷീണം തോന്നും, ചെയ്യാനൊരു മടി തോന്നും, പിന്നെ മനസ്സിരുത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും. അപ്പോൾ അതിലും ഭേദം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പാത്ത് നമുക്ക് ഡിവൈനായിട്ട് കാണിച്ചു തരുമ്പോൾ അതിലേക്ക് വരിക എന്നുള്ളതാണ്. പിന്നെ ഏതൊരു മെഡിറ്റേഷനും ചെയ്യുമ്പോൾ മിനിമം 21 ഡേയ്സ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്നർ ചൈൽഡിൻ്റെ മെഡിറ്റേഷനാണ് നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അടുത്ത 21 ദിവസത്തേക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്യൂസിൻ്റെ പാറ്റേൺ കുറേയൊക്കെ ഹീലാവും. അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ഒരു 4 ദിവസം 5 ദിവസമൊക്കെ എനിക്ക് ഒരു പീസ്ഫുൾനെസ് അനുഭവപ്പെടും, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് പെയിനിലേക്ക് വരും എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. നമ്മൾ ശരിക്കും ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ 7 ചക്രയുടെ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബീജ് മന്ത്രയുടെ കൂടെ നമ്മൾ ബ്ലോക്കായി കിടക്കുന്ന ആ ഒരു ചക്രാസിലെ എനർജീനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബ്ലോക്കായി കിടക്കുന്ന എന്തൊക്കെ കാണും? ഒരു ഷാഡോ സൈഡും കാണും ഇല്ലേ? അപ്പോൾ ഈ ഷാഡോ സൈഡ് എന്ന് പറയുന്നത് സർഫേസിൽ വരും നമുക്ക്. അപ്പോൾ ഈ വരുന്ന ഷാഡോ സൈഡിനെ അല്ലെങ്കിൽ ഈ വരുന്ന ഒരു പെയിനിനെ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഉടനെ ടോട്ടലി പീസ്ഫുൾനെസ്സിലേക്കല്ല പോകുന്നത്. നമ്മളുടെ ഇഷ്യൂസ് സർഫേസിൽ വരികയും അതിനെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും പെയിൻ അനുഭവപ്പെടാം. അത് ഇനിയൊരു കാര്യം, ഇതെല്ലാം എനർജിയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്യുന്നത്, നമ്മുടെ സോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അത് സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നില്ല. എപ്പോഴൊക്കെ നിങ്ങൾക്ക് പെയിൻ വരുന്നോ അതിനും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. കാരണം ഇത്ര നാളും നമുക്കറിയില്ല നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അതൊക്കെയും സർഫേസിൽ വരുന്നു നമുക്ക് ഹീലാവാനായിട്ട്. അതിനെയൊക്കെയും കോറ് കണ്ടുപിടിച്ചിട്ട് ഹീലാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, ഹീലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നർ വർക്ക് ചെയ്യുന്നത് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരു ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് 4 ദിവസത്തിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ഹീൽ ചെയ്യും എന്നൊന്നും. കുറേ വർഷങ്ങളെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത്രയും ക്ഷമയോടെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ ഇന്നർ വർക്ക് ചെയ്താൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്, നെഗറ്റീവായിട്ട് സംഭവിക്കുമോ എന്നുള്ളത്. നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ലൈറ്റ് നമ്മൾ കുറച്ചുകൂടെ പ്രകാശം കൂട്ടുമ്പോൾ, അതായത് ബ്രൈറ്റ് ആക്കുമ്പോൾ, സോൾ ലെവലിൽ നമ്മളുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എൻലൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആദ്യം നമ്മളിൽ വരുന്നു, പിന്നെ നമ്മളുടെ ചുറ്റുമുള്ളവരിൽ വരുന്നു. അങ്ങനെ ആ ലൈറ്റിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യം, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള പാർട്ട്ണർ എന്നെ ഉപേക്ഷിച്ച് പോകുമോ ഞാൻ ഇന്നർ വർക്ക് ചെയ്താൽ എന്നുള്ളതാണ്. അത് കാർമിക് പാർട്ട്ണർ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസാണ്. നമ്മളെ ഈ ജേർണി പഠിപ്പിക്കുന്നത് നമ്മുടെ സോൾ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് അല്ല, സോളിൻ്റെ കണക്ഷനാണ്.
അപ്പോൾ ഈ ജേർണി ഇന്ന് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടി നാളെ നമ്മൾ ഉള്ള പാർട്ട്ണറിനെ വിട്ടിട്ട് ട്വിൻ ഫ്ലെയിമിനെ കൊണ്ട് പോകുന്നു, അതല്ല ഈ ജേർണി. ഈ ജേർണി വന്നിട്ട് നമ്മളുടെ ബെസ്റ്റ് വെർഷനിൽ വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ ഈ ജേർണിയിൽ നിൽക്കേണ്ടവർ, അതായത് നമ്മുടെ പർപ്പസിനെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെയും നമ്മുടെ കൂടെ കാണും. അതല്ലാത്തവരൊക്കെയും നമ്മുടെ ലൈഫിൽ നിന്നും പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു സോൾ ലെവലിൽ മാത്രം മനസ്സിലാക്കുക. ഇതൊരു സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് അവർ നിങ്ങളുടെ ലൈഫ് ടൈമിൽ കാണണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കാണും. അതല്ല, ഇടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ വിട്ടു പോവുകയും ചെയ്യും. അതിൻ്റേതായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് എൻ്റെ മക്കളുടെ ഭാവി എന്താകും എന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് പലരുടെ അടുത്തുനിന്നും. നോക്കൂ, മക്കളെന്ന് പറയുന്നതും ഒരു സോളല്ലേ, ഓരോ സോളാണ്. അപ്പോൾ അവരെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ശരിക്കും ചെയ്തു കൊടുക്കുന്നത്. ഒരു 3D ലെവലിൽ നമ്മൾ ഒരിക്കലും ഇക്കാര്യത്തിലും ആലോചിക്കരുത്. കാരണം ആ ഒരു സോള് നമ്മളുടെ വോംബ് ചൂസ് ചെയ്തിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സോളിൻ്റെയും കർമ്മകൾ കാണും. അപ്പോൾ ആ സോളിൻ്റെ കർമ്മകൾ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശമോ അധികാരമോ ഡിവൈൻ നമുക്ക് തന്നിട്ടില്ല. സോ ഇതൊക്കെയും ഈ ഒരു ഡൗട്ടുകളൊക്കെയും മാറ്റി വെച്ചിട്ട് ഇന്നർ വർക്കിലേക്ക് ശ്രദ്ധിച്ച് നമ്മളുടെ സെൽഫ് ഹീലിങ്ങിലേക്ക് വരുമ്പോൾ അതാത് സമയങ്ങളിൽ നമ്മൾക്ക് റിയൽ ആവേണ്ട കാര്യങ്ങൾ ഡിവൈനായിട്ട് തന്നെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുതരും. അപ്പം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഈ ജേർണിനെയും ഡിവൈനെയും ട്രസ്റ്റ് ചെയ്യുക, ക്ഷമയോടെ ഇന്നർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന് ആൻഡ് റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.